നമസ്കാരം. നിങ്ങള് നമ്മുടെ കഴിഞ്ഞ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മളിതാ ഇപ്പൊ സോഹാർന്ന് വന്ന് കയറിയുള്ളൂ ഒരു പരിപാടി കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇനി നമ്മൾ ടോവിനോനെ കാണാൻ പോവാണ്. ടോവിനോടെ ഒരു ഇവന്റ് നടക്കുന്നുണ്ട് കേട്ടോ അവിടെ. സത്യം പറഞ്ഞാൽ ടോവിനോടെ ഇവന്റ് അല്ല, ടോവിനോ പള്ളിച്ചട്ടമ്പിയുടെ പ്രൊമോഷന് വേണ്ടി വരുന്നതാണ്. ഇവന്റ് ഗാനമേള അതൊക്കെ റിമി ടോമിയുടെ ആണ്. റിമി ടോമി അങ്ങനെ അവരുടെ ബാൻഡ് ഉണ്ട്, പിന്നെ അങ്ങനെ കുറെ പരിപാടികളുണ്ട്. അതിന്റെ ഇടയില് നമ്മുടെ ഞോഞ്ഞിയുടെ ഡാൻസും ഉണ്ട്. ഞോഞ്ഞിയുടെ ഗ്രൂപ്പിന്റെ ഡാൻസ്. അപ്പം അതിൽ ഞോഞ്ഞി ഒരു അംഗാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇറങ്ങാണ് ആ പരിപാടി കാണാൻ വേണ്ടിയിട്ട്. എവിടെ ഞോഞ്ഞി? എവിടെ? ഓൾ സെറ്റ്? തനിക്ക് സോഹാർന്ന് വന്നതിന്റെ ക്ഷീണം മാറിയോ? നമ്മുടെ കൂടെ വന്നില്ല. ഞോഞ്ഞിയുടെ ഫ്രണ്ടിന്റെ കൂടെ വന്നു. എന്താണെങ്കിലും ഓൾ സെറ്റ് ഫോർ ടോവിനോ ഷോ. ലെറ്റ്സ് ഗോ. അങ്ങനെ ഞോഞ്ഞിനെ നമ്മൾ കയറ്റി വിട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിതാ പരിപാടിയുടെ സ്ഥലത്ത് എത്തി. ഇവിടെയാണ് നമ്മുടെ പരിപാടി നടക്കുന്നത്. ഇതാ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മൾ പാർക്കിങ് കുറച്ച് ദൂരത്ത് പോയി പാർക്ക് ചെയ്തു വണ്ടി. അത് കഴിഞ്ഞിട്ട് ഇതാ അവിടേക്ക് നടന്നു വന്നു. ഇതാണ് എൻട്രൻസ്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടാവുന്നു. പിന്നെ പോരാത്തതിന് മഴ ഇപ്പോൾ പെയ്യില്ല എന്ന് പറഞ്ഞ് നിൽക്കണുണ്ട്. എന്താ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. നോക്കാം നമുക്ക്. സ്പോട്ടപ്പ് എല്ലാവർക്കും അറിയാമോ? ഒന്ന് കൈവക്കുക. സ്പോട്ടപ്പ് എന്താണെന്ന് അറിയാവുന്നവരൊന്ന് കൈവക്കുക. മലയാള സിനിമയിലെ കുറച്ച് താരങ്ങളുടെ നടന്മാരുടെയും നായക നടന്മാരും അതുപോലെ തന്നെ സഹനടന്മാരുടെയൊക്കെയാണ് ശബ്ദം അനുകരിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. വലിയ വേദിയാണ്, നിങ്ങളും ഞാനും തമ്മിൽ ഭയങ്കര ഒരു വ്യത്യാസമുണ്ട്. ഞാൻ സ്റ്റേജിൽ നിന്ന് ചെയ്യണോ അല്ലെങ്കിൽ ഓഡിയൻസിന്റെ ഇടയിൽ വന്ന് ചെയ്യണോ? എന്താ വേണ്ടേ? എന്തായാലും പോയിട്ട് വരാം. മസ്കറ്റൂർ അങ്ങനെയല്ല, ഭയങ്കര സ്നേഹ. സ്നേഹിച്ച് വിടൂ, തിരിച്ചു വരണേ. ബന്ധലേക്ക് ഒന്ന് അന്വേഷിക്കണം കേട്ടോ. ഇവിടെ എല്ലാവരും ചേട്ടാ ഹായ്. അന്തരീക്ഷവാസം നമുക്ക് ഒന്നും ബില്ല്, ഇവർക്കൊന്നും ബില്ലില്ല. പുറത്തു വരുന്നവരെ കാശ് വാങ്ങിട്ടില്ല. എന്നാ ഞങ്ങൾ പുറത്തുനിന്ന് ഞങ്ങൾ ആളുകള് സുനാമി വന്ന് പട്ടിണി കിടന്ന് ചാക്കാൻ കിടക്കുമ്പോ നിന്റെ കുറൂസ് നമ്മളിവിടെ നാട്ടിക്കൂല. നിന്റെ കൗതാരി എനിക്ക് വേണ്ട. ഇവിടെ ഒരു കാരണവശാലും സുഹൃത്തിന് നടക്കില്ല. കൈയടിക്കണില്ല കേട്ടോ. ചേച്ചി വല്ലതും പറഞ്ഞോ? എന്നോടോ? ഇല്ലല്ലോ. എന്താ ശരി. അപ്പൊ ഉണ്ണിത്താൻ ചേട്ടന് ഈ അസുഖം നേരത്തെ തുടങ്ങിയോ? അയ്യോ, അസുഖോ? എന്താ? എന്ത് പറ്റി? എന്നോടൊന്നും മിണ്ടാതെ ഇറങ്ങി പോയതാണല്ലോ രാവിലെ. അത്രയുള്ളൂ. എപ്പോഴൊന്നും പറയില്ലെന്നുള്ളൂ, അല്ലാതെ വേറെ എനിക്കൊന്നുമില്ല. എനിക്കൊന്നും കാണണമല്ലോ.
വാ കാണിക്കാം. So that is, he's very near to us. Let's all welcome നമ്മുടെ സ്വന്തം ടൊവിനോ within ഒരു 1 to 2 minutes, okay? കഴിഞ്ഞ 5-6 മണിക്കൂറുകളായി നിങ്ങൾ വെയിറ്റ് ചെയ്ത the golden moment. We have Tavino Thomas and the team of Mallichatambi. I know you must be super surprised. എല്ലാവരുടെ mobile phones. Good evening, Tavino. Good evening, Kayadu. Yes, we welcome you to നമ്മുടെ സ്വന്തം Muscat. Muscat, show some noise. Make some noise. Acute. Kayadu is here. Kayadu, welcome. We welcome you. Yeah. Muscat, നമ്മുടെ energy എവിടെ? Once again, please put your hands together. ഒരുമിച്ച് Tavino എന്ന് വിളിച്ച്. So, by the way, in between, നമുക്ക് നമ്മുടെ ഡാൻസ് ടീമിനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാം. നമ്മുടെ ടൊവിനോന് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്വീറ്റ് ട്രിബ്യൂട്ട് ഡാൻസ് പെർഫോമൻസിന് ശേഷം. ഓക്കെ, സോ ഒരു വലിയ കൈയ്യടി നമുക്കൊന്ന് കൊടുത്താലോ. സോ once again, please put your hands together to welcome team dance. ടൊവി ഇരിക്കുന്നുണ്ട് കേട്ടോ, അങ്ങോട്ട് പൊളിച്ചോളൂ. തിരിച്ചും ഫ്ലൈയിങ് കിസ് ഒക്കെ. താങ്ക് യു. നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ ഏറ്റു. ലെറ്റ്സ് വെൽക്കം നമ്മുടെ സ്വന്തം സൂപ്പർ സ്റ്റാർ സെൻസേഷണൽ ഹീറോ ടൊവിനോ. ഇനി ഞങ്ങൾ എഴുതി കാണിക്കില്ല, ശരിക്കും ടൊവിക്ക് വരാം. ഒരു വലിയ കൈഡിയാവോ മസ്കറ്റ്. വെരി ഗുഡ് ഈവനിങ്. ടൊവിക്കുള്ള ശബ്ദം ആരും അവിടുന്ന് ഇവിടുന്നൊക്കെ കേൾക്കാം. വെൽക്കം ടു മസ്കറ്റ്. ഞാൻ ചെറിയൊരു ഷേക്ക് ഹാൻഡ് കാണിച്ചു, അപ്പൊ കണ്ടില്ല, എനിക്ക് വയ്യ ബേസിലാവാൻ, അതുകൊണ്ടോ. സോ വി വെൽക്കം യു. സോ എന്താണ് മസ്കറ്റിനോട് പറയാനുള്ളത്? ഹലോ, നമസ്കാരം. ഒരു നമസ്കാരത്തിന് ഇത്രയും തീപ്പൊരിയോ? കൊള്ളാം. ഞങ്ങൾ മസ്കറ്റുകാർ ഇങ്ങനെയാ. ഞങ്ങളല്ല, ഞാൻ നാളെ നാട്ടിലേക്ക് വരും. നമ്മൾ തൃശ്ശൂർക്കാര്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. നേരെ ഹോട്ടലിലേക്ക് പോകുന്നതിന് പകരം ഞാൻ കുറച്ച് കറങ്ങി കണ്ടു, ഒരു ഫോട്ടോ ഒക്കെ കയറി കണ്ടു, ഓൾഡ് മസ്കറ്റ് ഒക്കെ ഒന്ന് കറങ്ങി കണ്ടു. ഭയങ്കര നല്ല സ്ഥലമാണ്. ഭയങ്കര നല്ല സ്ഥലമാണ്. ഞാനിപ്പോ ഫുൾ പറയട്ടെ, ജീവിക്കാൻ പറ്റുന്ന പോലത്തെ നല്ല സമാധാനമുള്ള, നല്ല ഭംഗിയുള്ള, അത്യാവശ്യം നല്ല വെതറും അങ്ങനത്തെ ഒരു സ്ഥലം. ഇന്നിപ്പോ മഴയും കൂടെ വന്നു പോയപ്പോഴത്തേക്കും ഭയങ്കര കുറച്ചും കൂടെ കാമുമായി, നല്ല രസമുള്ള ഒരു വെതറും. മക്കളെ, ഡാൻസ് കളിച്ച കുട്ടികൾ, നമുക്കൊരു ഫോട്ടോ എടുത്താലോ? ഇവര് പറഞ്ഞൊരു ആഗ്രഹം ഇതാ സാധിച്ചു കൊടുക്കുകയാണ്. ഡാൻസിന്റെ ഒരു പെർഫോമൻസ് ആയിരുന്നു. അവർക്ക് ഒരു സെൽഫി അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ല, ഫോൺ എവിടെ പോയി?
അപ്പൊ ഇനി അടുത്ത ഡാൻസ് പെർഫോമൻസ് ആയിട്ട് കാണാം. മസ്കറ്റിലുള്ള എന്റെ എല്ലാ പ്രിയപ്പെട്ട ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കുഞ്ഞനുജത്തി അഞ്ചന്മാർക്കും നമസ്കാരം. അയ്യോ, ഇത്രയും സ്നേഹമുള്ളൂ. കുറച്ചുകൂടെ ഒച്ച കേട്ട് എനിക്ക് കുറച്ചുകൂടെ പാടാൻ ഒരു സന്തോഷം കിട്ടും. നമസ്കാരം. എത്ര നാളായോ കണ്ടിട്ട്? എനിക്കൊന്നൊരു മിനിമം 3-4 വർഷം മുന്നേ അങ്ങാണ്ട് അത്ര വർഷമായിട്ടുണ്ട്. പക്ഷെ പണ്ട് ഇവിടെ ആംബിയ തിയേറ്ററിൽ ഒരു 10-15 വർഷം മുമ്പ് നടത്തിയ ഒരു പരിപാടി, അതൊരിക്കലും ചരിത്രത്തിൽ നിന്ന് വരാൻ ചരിത്ര താളുകൾ രേഖപ്പെടുത്തിയ ഒരു പരിപാടിയായിപ്പോയി. ദാസാറിനെ ക്രിസ്മസ് അപ്പൂപ്പ എന്ന് വിളിച്ചൊരു കാര്യം. അതുകൊണ്ട് മസ്കറ്റ് എന്ന് കേൾക്കുമ്പോൾ ഞാൻ ആദ്യം ഈ കാര്യം ഓർമ്മ വരുന്നത്. What do you want to say to Muscat? എല്ലാവർക്കും വണക്കം. മസ്കറ്റ്, തിരിച്ചൊരു കൈയ്യടി കൊടുക്കണ്ടേ? thank you so much for the love. I'm a little nervous. This is my first time, and thank you so much for in Muscat, and thank you so much for showing up and for the love and all the response that we are getting. ട്രെയിലറിൽ കണ്ട ആ ഒരു ഡയലോഗ് ഒന്ന് ടൊവിയുടെ ഫേസിൽ നോക്കി ചോദിക്കണമെന്നുണ്ട്. എന്റെ പൊന്ന് ചട്ടമ്പി ഒന്ന് ചിരിച്ചൂടെ? മസിൽ പിടിച്ച് വെക്കണേ. എൻ്റെ പൊന്നു ചട്ടമ്പി ഒന്ന് ചിരിച്ചോടെ. So cute. പള്ളിച്ചട്ടം ഇത്തവണ 2 സന്തോഷമാണ് അടുത്തടുത്ത് വരണേ. പള്ളിച്ചട്ടം release ചെയ്യുമ്പോഴും Happy birthday to you. Got surprised? What do you want to say? First let's celebrate together. Happy birthday. This is really sweet. Thank you so much. I've never celebrated my birthday like this. I will always forever remember this birthday. This will be very special. Thank you so much. Birthday to you. For you, അയ്യോടാ കുട്ടി പപ്പാസ്. ശരിക്കും മലയാളികൾക്ക് ഖയാദുനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് മണിക്കൂറുകളോ ദിവസങ്ങളോ ഒന്നും വേണ്ടിയിരുന്നില്ല. സെക്കൻഡ്സ് മാത്രം മതിയായിരുന്നു അല്ലേ? യെസ്. നമുക്ക് ആ കാട്ടുചെമ്പകം നമ്മൾ എന്തായാലും 15-ാം തീയതി പോയി കാണും. എന്നാൽ അതിനു മുമ്പായിട്ട് അല്ലെങ്കിൽ സ്ക്രീനിൽ കണ്ടിട്ടുള്ള നമുക്ക് ഇവർ 2 പേരും ഒരുമിച്ച് നമ്മുടെ തൊട്ടകലത്ത് കൈ അകലത്ത് നിൽക്കുമ്പോ ആ സോങ് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് വേറൊരു വൈബായിരിക്കില്ലേ? നിങ്ങളുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ ഒരു കൈഡി ഉണ്ടെങ്കിൽ വിൽ പ്ലേ ദാറ്റ് സോങ് കാട്ടുചെമ്പകം. അതിനുശേഷം ആകാശം എന്നൊരു പൊന്മാനം തീരിറങ്ങുകിലേ മഴത്തൂവലൊന്നു തരുമോ? നോവലിഞ്ഞ മിഴിയിൽ ഒരു സ്നേഹമിത്ര എഴുതാം. ഞാനും കേട്ടേ അങ്ങനെ ടോവിനോടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിട്ടാ. വീട്ടിൽ തിരിച്ചെത്തി 1.5 മാസമായി. 1.5 മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഔട്ട്റോ എടുക്കണത്. നമ്മൾ വീഡിയോ ഒന്നും കുറച്ചു കാലം എഡിറ്റ് ചെയ്യാനും എടുക്കാനൊന്നും സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല.
എന്താണെങ്കിലും ഇന്ന് തപ്പി നോക്കിയപ്പോഴാണ് ഈ വീഡിയോ കിടക്കണുണ്ട്. അപ്പം വിചാരിച്ച എല്ലാം കൂടി എടുത്ത് ഇടാന്ന്. അപ്പം മനസ്സിലാക്കി ഇതിന് ഔട്ട്രോ ഇല്ലാന്ന്. എന്നാ പിന്നെ ഔട്ട്രോ ഒപ്പം ഇടുകയെന്നും വിചാരിച്ചു. എന്താ പറയാ, നമ്മുടെ റിമി ടോമിയുടെ പരിപാടി, റിമി ടോമിയുടെ പാട്ടുണ്ടായിരുന്നല്ലോ, അത് ഫുള്ളായിട്ട് അവർക്ക് തീർക്കാൻ പറ്റിയില്ല. എന്തോ ടൈമിന്റെ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലെ. എത്രയോ സമയത്തിന്റെ ഉള്ളിൽ അവസാനിപ്പിക്കണമായിരുന്നു. അപ്പോഴേക്ക് ROP ഒക്കെ വന്നു. പിന്നെ പരിപാടി നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവര് അവിടെ ക്ലോസ് ചെയ്തു. അപ്പൊ അതായിരുന്നു ടോവിനോടെ പരിപാടികളുടെ വിശേഷം. ഈ വീഡിയോയിൽ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല. എന്താണെങ്കിലും തട്ടിക്കൂട്ടി ഒരു വീഡിയോ ആക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്താണെങ്കിലും പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.